നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് DCCയിൽ വെച്ച് സുജിത്തിനെ കാണും. പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് വ്യക്തമാക്കിയത്. ശക്തമായ നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ വരുന്ന 10-ാം തീയതി കുറ്റക്കാരായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധവുമായി എത്തുമെന്നാണ് DCC പ്രസിഡന്റ് പ്രതികരിച്ചത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനുശേഷം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. പിന്നാലെ തൃശൂർ DIG ഹരിശങ്കർ സംഭവത്തിൽ DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് 2 വർഷത്തെ ഇൻക്രിമെന്റ് റദ്ദാക്കുകയും സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. കൈകൊണ്ടിടിച്ചു എന്ന കുറ്റം മാത്രമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തുടർ നടപടികൾക്കായി കോടതി ഉത്തരവിനായി കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ കുന്നംകുളം കോടതി കേസ് നേരിട്ട് അന്വേഷിക്കുകയാണ്. ഉത്സവകാലത്ത് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടതിനെ തുടർന്ന് കാരണം തിരക്കാൻ ശ്രമിച്ചതാണ് ക്രൂരമർദ്ദനത്തിന് ഇരയാവാൻ കാരണം. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നവീകരിച്ച കോട്ടപ്പടി പള്ളിച്ചിറ നാടിന് സമർപ്പിച്ചു. ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷഫീർ, ഷൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, AS മനോജ്, കൗൺസിലർ ജീഷ്മ സുജിത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ എന്നിവർ സംസാരിച്ചു. 7 കുളങ്ങളുടെ നവീകരണമാണ് ഇതിനോടകം നഗരസഭ പൂർത്തിയാക്കിയിട്ടുള്ളത്. 4 കുളങ്ങൾ കൂടി നവീകരണം നടത്തുന്നുണ്ട്. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കത്ത് കൃഷ്ണൻ ദിനം ആചരിച്ചു. കൃഷ്ണൻ കുത്തേറ്റുവീണ ആൽത്തറ പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്തും ചെറായിയിലെ ബലികുടീരത്തിലും പുഷ്പാർച്ചനയും പ്രഭാതബേരിയും നടന്നു. പനന്തറയിൽ നിന്ന് പ്രകടനവും റെഡ് വളണ്ടിയർ പരേഡും ഉണ്ടായിരുന്നു. തുടർന്ന് ആൽത്തറയിൽ നടന്ന പൊതുയോഗം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPIM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AD ധനീപ് അധ്യക്ഷത വഹിച്ചു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, NK അക്ബർ MLA, DYFI ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി, ഹസൻ മുബാറക്, KS അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമരസേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവും വടക്കേകാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന കൊടമന നാരായണൻ നായരുടെ ജീവിതം അനാവരണം ചെയ്യുന്ന കൊടമന ദേശം കാലം ജീവിതം എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടത്തി. കൊടമന തറവാട്ടിലെ മുതിർന്ന അംഗം മാലതി അമ്മയ്ക്ക് നൽകി വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SK ഖാലിദ് പ്രകാശനം നിർവഹിച്ചു. കൊടമന തറവാട്ടിൽ നടന്ന ചടങ്ങിൽ ചിത്രകാരൻ സുധീഷ് കണ്ടംപുള്ളി അധ്യക്ഷത വഹിച്ചു. പുസ്തകത്തിന്റെ എഡിറ്റർ KM ഉണ്ണികൃഷ്ണൻ, T ഭാസ്കരൻ, കൊടമന തറവാടംഗങ്ങളായ സുരേന്ദ്രനാഥൻ, സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വന്നേരിനാടിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം ഉൾക്കൊള്ളുന്ന പുസ്തകം ആദരിയ ആർട്ട് കഫേയാണ് പ്രസിദ്ധീകരിക്കുന്നത്. വെള്ളർക്കാട് വെള്ളത്തേരി നൂറുൽ ഹുദ മദ്രസയിൽ ഷൈഖുന അബ്ദു മുസ്ലിയാർ അനുസ്മരണവും സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും നടന്നു. വെള്ളത്തേരി മഹല ഖത്തീബ് ഉസ്താദ് ലത്തീഫ് ബാഖവി ഉദ്ഘാടനം ചെയ്തു. മഹല പ്രസിഡന്റ് KA ജമാൽ ഹാജി അധ്യക്ഷനായി. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ആലിക്കുട്ടി ഹാജി നിർവഹിച്ചു. TT അബ്ദുള്ളക്കുട്ടി ഉസ്താദ് ക്ലാസ് മുറിയുടെ സമർപ്പണം നടത്തി. സയ്യിദ് തക്യുദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നടത്തി. സദർ മുഅല്ലിം മുഹമ്മദ് മുസ്തഫ ദാരിമി ആമുഖ പ്രഭാഷണം നടത്തി. AA കടങ്ങോട് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വെള്ളത്തേരി മഹല സെക്രട്ടറി പരീദ് ഹാജി, പന്നിത്തടം മഹല പ്രസിഡന്റ് സിംല ഹസൻ, MM കുഞ്ഞു മുഹമ്മദ് ഹാജി, SP ഉമർ മുസ്ലിയാർ, KA ആലിക്കുട്ടി ഹാജി, മുസ്തഫ സഖാഫി, ഹാഫിള് ഇബ്രാഹിം ഫൈസി, AM താഹിർ, KV ജംഷീദ്, മുഹമ്മദ് അലി സഅദി, AA ഹസൻ, അക്ബർ അലി എന്നിവർ സംസാരിച്ചു. തീരദേശ മേഖലയിലെ വ്യാപകമായ ലഹരി ഉപയോഗത്തിനെതിരെ ചാവക്കാട് പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ചാവക്കാട് ബീച്ച് ബ്രാഞ്ച് കമ്മിറ്റിയും പുത്തൻകടപ്പുറം ബ്രാഞ്ച് കമ്മിറ്റിയും സംയുക്തമായി നിവേദനം നൽകി. ഉത്സവ സീസണുകളിൽ തീരദേശ പ്രദേശങ്ങളിൽ സജീവമാകുന്ന ലഹരി മാഫിയകളെ തടയുന്നതിനായി രാത്രികാല പട്രോളിംഗും ശക്തമായ പരിശോധനകളും ഉറപ്പാക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പുത്തൻകടപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബ് കുന്നത്ത്, ബീച്ച് ബ്രാഞ്ച് സെക്രട്ടറി ദിൽഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ചാവക്കാട് സബ് ഇൻസ്പെക്ടർക്കും എക്സൈസ് ഓഫീസർക്കും നിവേദനം നൽകി. MSc ബയോടെക്നോളജിയിൽ 1ാം റാങ്ക് നേടി അണ്ടത്തോട് സ്വദേശിനി സുമാന കബീർ. കോട്ടയം സ്കൂൾ ഓഫ് ബയോസയൻസ് വിദ്യാർത്ഥിനിയായ സുമാന അണ്ടത്തോട് നാക്കോല കുറ്റിയാട്ടയിൽ കബീർ ഷമീറ ദമ്പതികളുടെ മകളാണ്. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൽ പച്ചത്തുരുത്ത് പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു.
പരിസ്ഥിതി പ്രവർത്തകനായ ഷാജഹാൻ കടവലൂർ സ്പോൺസർ ചെയ്ത ഫലവൃക്ഷ തൈകളാണ് നട്ടത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ET ഫിലോമിന ടീച്ചർ, മെമ്പർമാരായ ഹസീന അൻവർ, നഷ്റ മുഹമ്മദ്, സിന്ധു അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചമനൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി. സുന്നി മഹൽ ഫെഡറേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ഫൈസി പൈങ്കണ്ണിയൂർ ഉദ്ഘാടനം ചെയ്തു. മഹൽ ഖത്തീബ് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. മഹലിൽ വിവിധ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസുകൾക്കും നേതൃത്വം നൽകി വരുന്ന ചമനൂർ മഹൽ നിവാസികളായ കോഴിക്കോട് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ അബ്ദുൾ റസാഖ് പെഴുംതറയിൽ, കടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അൻവസ് അറക്കൽ എന്നിവരെ മൊമൻറ്റോ നൽകി ആദരിച്ചു. അബ്ദുൽ കരീം ഫൈസി, മഹൽ സെക്രട്ടറി വലിയ വളപ്പിൽ ഷഫീഖ്, ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ഇന്ന് ഉത്രാടം. പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. എത്രയെല്ലാം ഒരുക്കങ്ങളായാലും അവസാന ഘട്ടത്തിൽ മലയാളികൾക്ക് ഒരു പാച്ചിലാണ്, ഉത്രാടപ്പാച്ചിൽ. പച്ചക്കറി, പഴം, വറവ്, പൂവ്, വസ്ത്രം, സദ്യ തുടങ്ങി ഒരുക്കങ്ങൾ ഏറെയുണ്ടല്ലോ തിരുവോണത്തിന്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വൈകിയും വിപണി സജീവമായിരിക്കും. 10 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുവോണം എത്തുമ്പോൾ ഒന്നിലും കുറവ് വരുത്തരുതെന്ന് മലയാളിക്ക് നിർബന്ധമാണ്. പഴയ ചടങ്ങിന് മങ്ങലേൽക്കാതെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലൂടെ വേണം ഓണം ആഘോഷിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരും. എല്ലാവരും ചേർന്ന വീട്ടിൽ തന്നെ സദ്യയുണ്ടാക്കി ഒത്തുകൂടുന്നവർ. അതേസമയം പുതിയ തലമുറ അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. ഇൻസ്റ്റന്റ് ഓണമാണ് ഇക്കൂട്ടർക്ക് താല്പര്യം. വിരൽത്തുമ്പിൽ എല്ലാം ഓർഡർ ചെയ്ത് വീട്ടിലെത്തിച്ച് ഓണം കളറാക്കുന്നു. അത് കഴിഞ്ഞ് കുടുംബമായും കൂട്ടുകാരുമായും യാത്ര നടത്തുക, നല്ല സിനിമ കാണാൻ പുറത്തു പോവുക തുടങ്ങി മലയാളികൾ എവിടെയായാലും ഓണം കളർഫുള്ളാണ്. ചാവക്കാട് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലും ചാവക്കാട് നഗരസഭയും സംയുക്തമായി ബ്ലാങ്ങാട് ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ തീരപ്പെരുമ 2025 സെപ്റ്റംബർ 7-8 തീയതികളിൽ വിപുലമായി നടത്തുമെന്ന് NK അക്ബർ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, ഗായിക സിത്താര നയിക്കുന്ന സിത്താരാസ് പ്രോജക്ട് മലബാറിക്ക സ്റ്റേജ് ഷോ, ഗസൽ ഗായകൻ സിറാജ് അമനിന്റെ സംഗീത കച്ചേരി, പ്രാദേശിക കലാകാരന്മാരുടെ ഓണക്കളികൾ, കുട്ടികൾക്കായി കാർണിവൽ എന്നിവ ഉണ്ടാകും. സെപ്റ്റംബർ 7 വൈകിട്ട് 4 രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ജനപ്രതിനിധികൾ, കലാകായിക രംഗത്തെ ക്ലബ്ബുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാംസ്കാരിക സ്ഥാപനങ്ങളിലെയും വായനശാലകളിലെയും പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര കേരള മൈതാനിയിൽ നിന്നും ആരംഭിച്ച ബീച്ചിലെത്തിച്ചേരും. വൈകിട്ട് 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. മുൻ MLAമാരായ KV അബ്ദുൽ ഖാദർ, PT കുഞ്ഞുമുഹമ്മദ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ മുഖ്യാതിഥികളാകും. ചെയർപേഴ്സൺമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സാംസ്കാരിക നായകർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ പങ്കെടുക്കുന്ന ഓണക്കളികളും വൈകിട്ട് 7 ഗസൽ ഗായകൻ സിറാജ് അമനിന്റെ സംഗീത കച്ചേരിയും അരങ്ങേറും. സെപ്റ്റംബർ 8 വൈകിട്ട് 7 ഗായിക സിത്താര കൃഷ്ണകുമാർ നയിക്കുന്ന മലബാറിക്കസ് ബാൻഡിന്റെ സ്റ്റേജ് ഷോയോടുകൂടി തീരപ്പെരുമ 2025 തിരശ്ശീല വീഴും. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, DMC കമ്മിറ്റി അംഗങ്ങളായ MR രാധാകൃഷ്ണൻ, KV രവീന്ദ്രൻ, മഞ്ജുഷ സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊന്നോണക്കാലം ആഘോഷമാക്കി നാട്. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും പൊതുസ്ഥാപനങ്ങളിലും വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ നടന്നു. ഓണം വിപണികളും സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. കനിവ് അമ്മമാർക്കൊപ്പം ആടിയും പാടിയും അൻസാർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയ ത്രിദിന ക്യാമ്പ് സമാപിച്ചു. ചിറുമനേങ്ങാട് കനിവ് എന്റെ വീട്ടിലാണ് ഓണം ആഘോഷിച്ചത്. SPC അൻസാർ വിദ്യാർത്ഥികൾ കനിവിലെ അമ്മമാർക്കൊപ്പം ഓണത്തിന്റെ മധുരമായ ഓർമ്മകൾ പങ്കുവച്ച് ഓർമ്മയ്ക്കൊരോണം എന്ന തലക്കെട്ടിൽ ആഘോഷവും നടത്തി. ജൂനിയർ പ്രിൻസിപ്പൽ സാജിദ റസാഖ് ഓർമ്മയ്ക്കൊരോണം ഉദ്ഘാടനം ചെയ്തു. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ബാപ്പുനവി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അൻസാർ കേഡറ്റ് പോലീസ് ഓഫീസർ ആനന്ദ് ഹിരൺ, അസിസ്റ്റന്റ് കേഡർ ഓഫീസർ ആതിര PK എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണച്ചന്ത തുടങ്ങി. മെയിൻ റോഡ് സെന്ററിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ റംല വീരാൻകുട്ടി,
VS ശിവാസ്, സരിത വിജയൻ, ഷഹന മുജീബ്, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ശുചിത്വ മിഷൻ പ്രവർത്തകർക്കും ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ സ്നേഹാദരം. ഓണത്തോടനുബന്ധിച്ച് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ ഗ്രാമീണ വായനശാലയിൽ നടന്ന ഓണക്കോടി വിതരണം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ലയൺസ് ക്ലബ് നാളുകളായി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് MLA വ്യക്തമാക്കി. പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ശുചിത്വ മിഷൻ പ്രവർത്തകർക്കും ഓണപ്പുടവ സമ്മാനിക്കുന്നതിനോടൊപ്പം പ്രദേശത്തെ നിർധന കുടുംബാംഗങ്ങളായ 75 പേർക്കും ഓണക്കോടിയും വിതരണം ചെയ്തു. ചൂണ്ടൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മുഖ്യാതിഥിയായി. ക്ലബ് സെക്രട്ടറി വിനോദ് കുട്ടൻ, മുൻ പ്രസിഡന്റുമാരായ മധു ചൂണ്ടൽ, VS സജി, EK രാമകൃഷ്ണൻ, KC ജോസ്, അംഗങ്ങളായ TT സുധാകരൻ, CS സുരേഷ്, ട്രഷറർ TT രാജൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് ട്രഷറർ PV കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KB മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് ഷറഫ് പനന്തടം മുഖ്യാതിഥിയായി. KS സലാം, NU വീരാൻകുട്ടി, ഷനിൽകുമാർ, NA മുഹമ്മദ് അലി, സുരേഷ് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ SG മ്യൂസിക്കിന്റെ ഏറ്റവും പുതിയ ഓണപ്പാട്ട് റിലീസ് ചെയ്തു. ആദ്യമായി ഓണമുണ്ണമൊത്തിയെന്ന് തുടങ്ങുന്ന ആൽബം പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ റിലീസ് ചെയ്തു. ഹരിനാരായണന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ആൽബത്തിന്റെ ഗാനരചയിതാവ് ജയൻ പാതാക്കര, സംഗീത സംവിധായകൻ സുരേഷ് പ്രിയദർശിനി, ഗായിക ബിന്ദു വിജയൻ, ഇടയ്ക്ക് കലാകാരൻ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു. സുരേഷും ബിന്ദുവും ചേർന്നാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. സാന്ത്വനം സൗഹൃദ കൂട്ടായ്മ ചെറുവത്താനിയുടെ നേതൃത്വത്തിൽ തിരുവോണ മധുരം പരിപാടി നടത്തി. കമ്പനിപ്പടി ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 70 വയസ്സിന് മുകളിലുള്ള അമ്മമാരെയും മുതിർന്ന പൗരന്മാരെയും ഓണക്കോടി നൽകി ആദരിച്ചു. സാന്ത്വനം സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് MV ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EV ഷാജൻ, BJP മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, കൗൺസിലർ ഗീത ശശി, സുമേഷ് കളരിക്കൽ, വിഗീഷ് KV, ഷജീഷ് കിലപ്പൻ, ബിജു താമരശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുതിർന്ന പൗരന്മാരെയും ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിച്ച് ഓണക്കോടികൾ സമ്മാനിച്ചു. ഓണക്കോടി വിതരണത്തിന്റെ പഞ്ചായത്തുതല ഉദ്ഘാടനം റിട്ടയേർഡ് അധ്യാപകനും പോർക്കുളം സേവാഭാരതി രക്ഷാധികാരിയുമായ MG അശോക് കുമാർ നോങ്ങല്ലൂരിൽ നിർവഹിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. അനിഴം മുതൽ തൃക്കേട്ട വരെ 4 ദിവസങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 46 പേർക്ക് ഓണക്കോടി സമ്മാനിച്ചു. പോർക്കുളം സേവാഭാരതി ട്രഷറർ KS പ്രദീപ്, കൺവീനർമാരായ MS സുധീർ, MA സുദേശ്, K ഷിബിൻ, ജോയിന്റ് സെക്രട്ടറി ഹരിനാരായണൻ, ശ്രീകാന്ത് പണിക്കർ, IT കോർഡിനേറ്റർ ദിവ്യകുമാരൻ, രക്ഷാധികാരി KU രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൂവന്നൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന ഓണക്കോടി ഓണക്കിറ്റ് വിതരണം നടത്തി. ക്ഷേത്രം ജീവനക്കാർ, പാരായണം നടത്തുന്ന ആചാര്യന്മാർ, അമ്മമാർ എന്നിവർക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത്. കൂടാതെ നിർധനരായ അമ്മമാർക്ക് ഓണക്കിറ്റും നൽകി. ക്ഷേത്രം മേൽശാന്തി കാലകണ്ഠൻ വിബീഷ് ഭദ്രദീപം കൊളുത്തി. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ അധ്യക്ഷനായി. ജീവകാരുണ്യ പ്രവർത്തകനായ സാജൻ കേച്ചേരി ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സിനിമ സീരിയൽ നടൻ ചന്ദ്രോദയം ചന്ദ്രശേഖരൻ പുതുശ്ശേരിയെ ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി പൊന്നാട ചാർത്തി ആദരിച്ചു. ക്ഷേത്രം സെക്രട്ടറി CG നിഖിൽ, ആചാര്യ ഓമനയമ്മ പുതുശ്ശേരി, ഭാനുമതിയമ്മ ചുണ്ടൽ, ആചാര്യ കമലാക്ഷി തൂവാനൂർ, ആചാര്യ ഉഷ വേണുഗോപാൽ, ക്ഷേത്രം ഓഫീസ് ജീവനക്കാരൻ കൊച്ചുണ്ണി നായർ, തങ്ക തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാടദിന കാഴ്ചക്കുല സമർപ്പണം നടത്തി. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, സെക്രട്ടറി സുരേഷ് ബാബു, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട്, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്, മറ്റ് കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു. കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിന്റെ അങ്കണവാടികളിലെ പരിഷ്കരിച്ച മെനു വേലൂർ പഞ്ചായത്ത് തല പരിശീലനവും ഉദ്ഘാടനവും വേലൂർ വായനശാല അങ്കണവാടിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ്, മെമ്പർമാരായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അങ്കണവാടി വർക്കർ P ശ്രീലജ പരിശീലനത്തിന് നേതൃത്വം നൽകി. 24 അങ്കണവാടികളിലെ വർക്കർമാരും ഹെൽപ്പർമാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. തയ്യാറാക്കിയ വിഭവങ്ങൾ പ്രദർശനം ചെയ്തു. വടുതല ഉള്ളിശ്ശേരി മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി. മഹല്ല് ഖതീബ് സുബൈർ അൻവരി യോഗം ഉദ്ഘാടനം ചെയ്തു. 4, 5, 6, 7 തീയതികളിലായാണ് ആഘോഷം. താജുൽ ഫലാഹ് മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ മഹല്ല് കമ്മിറ്റി ചെയർമാൻ KA അസീസ് അധ്യക്ഷത വഹിച്ചു.
മഹല്ല് മുദരിസ് മുഹസിൻ ബാഖവി മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ദർസ് വിദ്യാർത്ഥികളുടെ ബുർദ മജ്ലിസും ഉണ്ടായിരുന്നു. മഹല്ല് ജനറൽ സെക്രട്ടറി സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ മുഹമ്മദ് അലി വടുതല നന്ദിയും പറഞ്ഞു. തുടർ ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് മതപ്രഭാഷണവും മദ്രസ ദർസ് വിദ്യാർത്ഥികളുടെ സർഗവിരുന്നും നടക്കും. മുഹമ്മദ് നബിയുടെ 1500ാമത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് തൊഴിയൂർ ഇഹ്യാഉൽ ഇസ്ലാം മദ്രസയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും എക്സിബിഷനും നടത്തി. അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മദ്രസ മാനേജർ റഫീഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ മഹല്ല് പ്രസിഡന്റ് ആലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ യൂനുസ് കുരഞ്ഞിയൂർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുട്ടികളുടെ നിർമ്മിതികൾ, പഴയകാല വസ്തുക്കൾ, സ്റ്റാമ്പുകൾ, കറൻസികൾ എന്നിവ പ്രദർശിപ്പിച്ചു. മദ്രസ സദർ മുഹമ്മദ് ഫൈസി, നജീബ് മാസ്റ്റർ, ഉവൈസ് സഖാഫി, സത്താർ ഹുദവി എന്നിവർ സംസാരിച്ചു. ചരമം. പാടൂർ സെന്ററിൽ താമസിക്കുന്ന പണിക്ക വീട്ടിൽ കുളങ്ങരകത്ത് മജീദ് ഹാജി നിര്യാതനായി. 90 വയസ്സായിരുന്നു. ഖബറടക്കം പാടൂർ ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. സൈനബ ഭാര്യയും ഷംഷാദ്, സാഹിർ, നിമ്രത്ത്, നാദിയ, സാബിൻ എന്നിവർ മക്കളുമാണ്. പൊന്നിയൂർ പഞ്ചായത്ത് 16ാം വാർഡ് മുസ്ലിം ലീഗ് മുൻ പ്രസിഡന്റും തൻവീറുൽ ഇസ്ലാം മദ്രസ മുൻ ജനറൽ സെക്രട്ടറിയും അകലാട് മഹല്ല് കമ്മിറ്റി മെമ്പറുമായ ഓളങ്ങാട്ട് മുഹമ്മദ് അലി നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. മൈമുനയാണ് ഭാര്യ. ഫൗസിയ, സബീന, ഫബീന, താജുദ്ദീൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.